എറണാകുളം പറവൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിലായി. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പറവൂർ സ്വദേശി സിബിൻ്റെ മരണത്തിൽ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴക്കിനിടെ രമണി സിബിനെ കത്തിരിയെടുത്ത് കുത്തുകയായിരുന്നു. എഫ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ശ്യാം ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്ത് പറയണമെന്നല്ലേ. ഇന്നലെ രാത്രിയാണ് പോലീസ് അറസ്റ്റ്. അതെ 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 പറയൂ ശ്യാം. ഞാൻ ചോദിച്ചത് ഈ രാത്രിയാണ് ഈ കല്യാണം കേസിന് കഴിച്ചിട്ടില്ലെങ്കിൽ ആസ്പദമായ ഇങ്ങനെയുള്ള ഈ വാർത്തയൊക്കെ കേസിൽ പറയുമ്പോൾ അറസ്റ്റ് ഒന്ന് ആലോചിക്കുന്ന ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ട് എസ് കെ. ആ നന്നായി. അതാപ്പം നന്നായി. ഓക്കെ, പറഞ്ഞോ പറഞ്ഞോ. എസ് കെ, ഇന്നലെ രാത്രിയാണ് ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ രമണിയും സിബിനുമായിട്ട് നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ രമണി പോലീസിന് നൽകിയ ഒരു മൊഴി, സിബിൻ തന്നെ കൊലപ്പെടുത്താനായിട്ട് കത്രിക എടുത്തുകൊണ്ട് വന്നു. ആ കത്രിക തനിക്ക് നേരെ എറിഞ്ഞു. അത് ഭിത്തിയിൽ തട്ടി തിരികെ വന്ന് സിബിൻ്റെ വയറ്റിൽ കുത്തി കയറി എന്നുള്ളതായിരുന്നു. എന്നാൽ സിബിൻ്റെ അമ്മയാണ് ഈ മരണത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സിബിൻ മരണപ്പെടുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിലാണ് ഈ വഴക്കിനിടയിൽ മുറിയിലേക്ക് ഓടിക്കേറിയ രമണിയെ കുത്താനായി സിബിൻ കത്രികയുമായി അകത്തേക്ക് പോകുമ്പോൾ ആ കത്രിക മേടിച്ച് രമണി തിരികെ കുത്തിയതാണ്, സ്വയം പ്രതിരോധത്തിന് വേണ്ടി അവർ ചെയ്തതാണ് എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തുകൊണ്ട് രമണിയെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലിനിടെ അവർ ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എസ് കെ, താങ്ക് യു ശ്യാംകുമാർ.